അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പഴുത്ത മാങ്ങയുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കെല്ലാം കൂടെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. കുറേ ആൾക്കാർക്കൊക്കെ കൊടുക്കും. ദിവസം കിട്ടുന്നത് ഓരോരുത്തരും കൊണ്ടുപോവുകയാണ്. എന്നിട്ടും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മൾ കുറച്ചൊന്ന് വേവിച്ച് ഫ്രീസ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ കുറേ നമ്മൾ വേറെ ഒരിടത്ത് കൊടുക്കാനും കൂടെ പോവുകയാണ്. കുറേ ഉണ്ട്. നിങ്ങളതൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ വേവിച്ചെടുക്കാനുള്ള മാങ്ങതാ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ ചുവട് ഭാഗം ഒന്ന് ചെത്തിക്കളയണം. ഇതുപോലെ ഒന്ന് ചെത്തിയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോവുക കേട്ടോ. അപ്പം നമുക്ക് ഇത്രയും മാങ്ങകളുണ്ടല്ലോ, ഒരു 25 മാങ്ങയോളം ഉണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേവിച്ചെടുക്കാൻ പോവുക കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. നമ്മൾ മാങ്ങകൾ ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞിട്ട് പൂള് കട്ട് ചെയ്തൊന്നും ഇടാതെ ചുമ്മാ തൊലി ഉരിച്ച് കളഞ്ഞ് നമ്മൾ സാധാരണ മാമ്പഴ പുളിശ്ശേരിക്ക് ചെയ്യത്തില്ലേ, അതേമാതിരി ഇങ്ങനെയൊന്ന് ആക്കിയിട്ട് വേവിച്ച് വെള്ളം വറ്റിച്ച് നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ ഒരു കേടുമാകാതിരിക്കും. ഞാൻ സാധാരണ മക്കളുടെ അടുക്കലേക്ക് പോകുമ്പോൾ മിക്കപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് ഇപ്രാവശ്യം മക്കൾ വന്നപ്പോഴും ഇഷ്ടംപോലെ നമ്മൾ പുളിശ്ശേരി വെച്ച് മാമ്പഴ പുളിശ്ശേരി വെച്ച് അവർക്ക് ഇഷ്ടം പോലെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ബാക്കി ഞാനും സൂക്ഷിച്ച് വെക്കാൻ പോവാണേ. നമ്മൾ ഓരോ മാങ്ങയും ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ തൊലി നമ്മൾ സാധാരണ പുളിശ്ശേരിക്ക് ചെയ്യത്തില്ലേ, അതേമാതിരി അങ്ങ് ഉരിച്ച് എടുക്കുക. അങ്ങനെ നമുക്ക് മാങ്ങകൾ മുഴുവനും ഇങ്ങനെയൊന്ന് എടുക്കാം. നമ്മുടെ ടെറസിൻ്റെ മുകളിലേക്ക് വീഴുന്നത് കൊണ്ട് തന്നെ കുത്തി അടിച്ച് വീഴുമ്പോൾ ഒരു സൈഡ് കുറച്ചൊന്ന് ചളുങ്ങും. പക്ഷെ എന്നാലും ആ മാങ്ങയ്ക്ക് ഒരു പുഴുവോ ഒന്നുമില്ലാത്ത നല്ല അടിപൊളി മാങ്ങയാണ്. എല്ലാ മാങ്ങയും നമ്മളിങ്ങനെ ഉരിച്ച് എടുത്തിട്ട് അതിൻ്റെ തൊലി ഉണ്ടല്ലോ, നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തതായതുകൊണ്ട് തന്നെ തൊലി ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെരടി കൊടുക്കുമ്പോഴത്തേക്ക് അതിലുള്ള ആ ചാറ് കൂടി നമ്മുടെ പാത്രത്തിലേക്ക് വീഴും. മാങ്ങ എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചല്ലേ പഴുക്കുന്നത്. ദിവസം കിട്ടുന്ന ഓരോ ബക്കറ്റ് നിറച്ചാണ്. അപ്പം പലരെയും വിളിച്ച് പറയും ആരെങ്കിലുമൊക്കെ വന്ന് കൊണ്ടുപോകും. കുറേ പേര് വന്ന് കൊണ്ടുപോയി ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കണം. എനിക്ക് സമയമില്ലല്ലോ. അങ്ങനെ ഞാൻ ബാക്കി മൊത്തം ഒന്ന് ഇതിൻ്റെ ഇതെല്ലാം കളഞ്ഞിട്ടൊന്ന് എടുക്കട്ടെ. എനിക്കാണെങ്കിൽ ഈ മനുഷ്യൻ കഴിക്കുന്ന സാധനങ്ങൾ, മനുഷ്യനെന്നല്ല ഒരു മൃഗങ്ങൾ കഴിക്കുന്നതാണെങ്കിൽ അത് മൃഗങ്ങൾക്ക് കൊടുക്കുക, മനുഷ്യർ കഴിക്കുന്നതാണെങ്കിൽ മനുഷ്യർക്ക് കൊടുക്കുക. എനിക്ക് സങ്കടമാണ് കളയുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഉരിച്ച്, ഇനി ബാക്കി ഇതെല്ലാം ഞാൻ ഇങ്ങനെയൊന്ന് തൊലിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് എടുത്തിട്ട് കാണിക്കാം കേട്ടോ. നമ്മളിതാ ആ ഓരോ മാങ്ങയും എടുത്ത് തൊലി അതിൽ നിന്നൊന്ന് വേർപെടുത്തി എടുത്തിട്ട് ഇങ്ങനെയൊന്ന് പിഴിഞ്ഞു കൊടുക്കണം. കാരണം ഇതിൽ നിന്നുള്ള ഈ വെള്ളം, നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളമേ ചേർക്കത്തില്ല, മനസ്സിലായി. ഈ പിഴിഞ്ഞെടുക്കുന്ന വെള്ളവും മാങ്ങയിൽ നിന്ന് ഊറി വരുന്ന വെള്ളവും വെച്ചിട്ടാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. കണ്ട അങ്ങനെയാണ് ഞാൻ എല്ലാം ഓരോന്നും ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് നല്ല രസമുണ്ടല്ലേ, ഒരു പൂവിൻ്റെ ഇതള് പോലെ ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇതും കൂടി ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ മാങ്ങ എല്ലാം ഇനി 2-3 കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ചെയ്യട്ടെ. തൊലി മാങ്ങ കണ്ടോ, ഏതോ ഒരു മധുരമാണെന്നറിയാവോ. നാട്ടുമാങ്ങയ നല്ല സൂപ്പർ മധുരമാണ്. നമ്മുടെ മാങ്ങ കംപ്ലീറ്റ് അതിൻ്റെ എന്താ പറയുന്നത് തൊലിയെല്ലാം ഉരിച്ച് കളഞ്ഞു. അപ്പോൾ അതെ, ഇതിൽ ആവശ്യത്തിന് വെള്ളം ഈ മാങ്ങയിൽ നിന്നുള്ള നമ്മൾ ആ തൊലിയൊക്കെ പിഴിഞ്ഞ് ചേർത്തില്ലേ, കണ്ടോ, വെള്ളം ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം എന്ന് പറഞ്ഞൊരു സംഭവം ചേർക്കരുത് കേട്ടോ. മാമ്പഴത്തിൻ്റെ വെള്ളം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് അടുപ്പിലേക്ക് വെക്കാൻ പോവാണ്. വേറെ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടതാ അടുപ്പിലേക്ക് വെച്ചു. ഇനി ഇവനെ ചെറിയ തീയിലങ്ങോട്ട് തീയിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. തീ കത്തിക്കട്ടെ. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇതിനകത്ത് തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട്. കണ്ടോ, മാമ്പഴച്ചാറാണത്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളമേ ചേർക്കരുത്. ഇത് നന്നായിട്ട് ഇനിയൊന്ന്
മാങ്ങ നല്ലതുപോലെ വെന്ത് വറ്റി വരണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. മാങ്ങ ഒരുപാട് വീട്ടിലുള്ളവർ തീർച്ചയായിട്ടും കളയാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ 365 ദിവസവും നമ്മുടെ മാവിൽ മാങ്ങ പഴുക്കുന്ന ആ സമയം വരെയും നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അതല്ല ഒരെണ്ണം ഒരു പഴുത്ത മാങ്ങ എടുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല മധുരത്തെ എടുത്ത് കടിച്ച് ചപ്പി കഴിക്കാം. ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടിക്ക് പിടിക്കാതെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്കൊരു തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒന്ന് ചൂട് നന്നായിട്ട് പിടിക്കട്ടെ. അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. ഒരു 2 മിനിറ്റ് നമ്മൾ മൂടി വെച്ചപ്പോൾ തന്നെ വേണ്ട നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ. ഒരുപാട് സമയം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കരുത്, കാരണം ഇതിൻ്റെ അകത്ത് അടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് കൊള്ളില്ല. കണ്ട ശരിക്കും ചാറ് ഇറങ്ങിയിട്ടുണ്ട് കണ്ട. ഇനി നല്ലതുപോലെ വെന്ത് വറ്റി വരണം. ചാറൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് അരിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 10-25 മാങ്ങയോളാണ് എടുക്കുന്നതെങ്കിൽ ഒരു 250 ഗ്രാം ശർക്കരയൊന്ന് നല്ലതുപോലെ ഉരുക്കി ഒന്ന് പാനിയാക്കിയിട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പോവാം കേട്ടോ. ചാറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതാ വറ്റണം. പഞ്ചസാര ഇടുമ്പം കുറച്ചും കൂടെ ഒന്ന് ലൂസായി കിട്ടും. അപ്പോൾ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടും. അയ്യോ മാമ്പഴത്തിന് മധുരമുള്ളതല്ലേ പിന്നെ എന്തിനാ പഞ്ചസാര ഇടുന്നതെന്ന് വിചാരിക്കേണ്ട. പഞ്ചസാര ഒരു പ്രിസർവേറ്റീവ്സാണ്. വേണ്ട ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ തവിക്ക് 2 തവി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര കൂടി ഇട്ട് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് മെൽറ്റായിട്ട് വരും. കൈയെടുക്കരുത്, കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. കാരണം നമുക്ക് അടിക്ക് പിടിക്കാൻ പാടില്ല. ഇച്ചിരി മെനക്കെട്ട പണിയാണ്. നമ്മൾ കുറച്ച് സമയം ഒന്ന് ബുദ്ധിമുട്ടിയാലും നമുക്ക് 1 വർഷത്തേക്ക് നമുക്ക് നമ്മുടെ മക്കൾക്ക് അല്ലെ നമുക്ക് ആവശ്യത്തിനൊക്കെ എടുക്കാം. ഓക്കെ കണ്ട തിളച്ചുകൊണ്ടിരിക്കുകയാണേ. സത്യം പറഞ്ഞ ഇത് ഇങ്ങനെ ഇപ്പം തൊട്ട് നോക്കിയിട്ട് തന്നെ തറയ്ക്ക് മധുരമുണ്ട് കേട്ടോ. നല്ല അടിപൊളിയോ. എല്ലാവരും ഇത് ചെയ്ത് വെക്കണേ, മാങ്ങ ഉള്ളവർ. ഓക്കെ നല്ലതുപോലെ ഒന്ന് വറ്റട്ടെ. ഇനി നമുക്കിതിൻ്റെ അകത്ത് വേറെ 1-2 കാര്യങ്ങളും കൂടി ചെയ്യണം. അത് കാണിച്ചു തരാം. ഓക്കെ ഒന്ന് വറ്റട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അലുവ കിണ്ടുന്ന പോലെ കിണ്ടിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ജോലിയില്ലാത്തവർക്കല്ലേ പറ്റത്തുള്ളത്. എൻ്റെ മക്കളെ ഇതൊക്കെ നമ്മളിങ്ങനെ ചെയ്തു വെച്ചാണ്ടല്ലോ, വെറുതെ കളയണ്ടല്ലോ. നമുക്ക് എന്തെല്ലാം ഉപയോഗങ്ങൾക്ക് എടുക്കാം. വല്ലപ്പോഴും ഒക്കെ ഒരെണ്ണം എടുത്ത് വെച്ച് ചപ്പി കഴിക്കൂട്ടാം. പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ ശർക്കര ഇതിൻ്റെ അകത്ത് ചേർത്ത് കഴിയുമ്പോൾ വേറൊരു കളറാണ്. അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര തന്നെ ചേർക്കുന്നത്. നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കിട്ടണമെങ്കിൽ പഞ്ചസാര ചേർക്കണം. അതല്ല നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ നമ്മൾ സാധാരണ മാമ്പഴ പുളിശ്ശേരിക്കകത്ത് ശർക്കര ചേർക്കത്തില്ലേ, അതേമാതിരി നിങ്ങൾക്ക് ശർക്കര മതിയെങ്കിൽ ശർക്കര ചേർക്കാം കേട്ടോ. നമ്മുടെ ചോയ്സ്, നമ്മുടെ ഇഷ്ടമാണ് എല്ലാം. ഇതിപ്പം ഞാൻ എന്തായാലും പഞ്ചസാരയാണ് ചേർത്തത്. അതാ കുറുകി വരുന്നുണ്ടേ. കുറുകി വന്ന് നല്ല പൊതിയണം. ഈ ചാറ് കംപ്ലീറ്റ് വറ്റി ഇതിലങ്ങോട്ട് പൊതിഞ്ഞ് വരണം. നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ദാ ഒരല്പം ഉപ്പില്ലാതെ എന്തോന്ന് കാര്യം അല്ലേ. അപ്പം നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് ഇവനെ ഇങ്ങനെ ഇളക്കി ഈ ചാറിൻ്റെ അകത്ത് കിടന്ന് ഇതൊന്ന് വറ്റി വരട്ടെ. ഇനി വേറൊരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്, അത് കാണിച്ചു തരാം. വാവ്, തിളയോട് തിള.
കണ്ടോ, ഇതിൽ നിന്ന് ഇറങ്ങിയ ചാറ് കണ്ടോ? നമ്മളിതിൽ അടുപ്പിലേക്ക് വെക്കുമ്പം ഇത്രയും ചാറുണ്ടായിരുന്നു. ചാറിറങ്ങി വന്നാണ്ട. ഇനി ഇതെല്ലാം ഒന്ന് വറ്റിട്ടോ, കുറുകി വരുന്നുണ്ടേ. നല്ലതുപോലെ കുറുകണം. ഇത് ഈ കംപ്ലീറ്റ് ചാറും വറ്റി നമ്മുടെ ഈ മാങ്ങയ്ക്കകത്ത് അങ്ങ് പൊതിയണം കേട്ടോ. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതാണ്ട, നമ്മുടെ നെയ്യുണ്ടല്ലോ, നെയ്യ്. ഇത് നമ്മുടെ പിന്നെ വീട്ടിൽ പാല് മേടിക്കുമ്പോൾ കിട്ടുന്ന നെയ്യുണ്ടല്ലോ, പാല് കാച്ചുമ്പോൾ കിട്ടുന്ന നെയ്യ് ഉരുക്കിയെടുത്തതാണ് കേട്ടോ. നല്ല ശുദ്ധമായ നെയ്യാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. അപ്പോൾ ഞാൻ ഒരു 2 സ്പൂണോളം നെയ്യ് കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. അല്ല, നമ്മുടെ പാല് കാച്ചുന്നതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന നെയ്യാണിത് കേട്ടോ. നെയ്യ് കൂടി ഒഴിച്ചിട്ട് ഇവനെ അങ്ങോട്ട് നല്ലതുപോലെ ഇളക്കണം. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിരുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ വറ്റിച്ചെടുത്ത് വെക്കുന്നതാണ്. അതും സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ മക്കൾക്ക് അവർ വന്ന സമയത്ത്, അവർ ഡിസംബറിൽ നാട്ടിൽ വന്നല്ലോ, വന്നപ്പോൾ എത്ര ദിവസം ഞങ്ങളിങ്ങനെ മാമ്പഴ പുളിശ്ശേരി വെച്ചെന്നറിയാമോ. ആ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഞാൻ ഫോയിൽ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഫ്രോസൺ ബാഗിൻ്റെ അകത്താക്കിയിട്ട്, അല്ല ഈ സിപ്ലോക്ക് ബാഗിൻ്റെ അകത്താക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നു. ഇത് ഞാൻ വേറൊരു രൂപത്തിലാണ് ചെയ്യുന്നത്. പഞ്ചസാരയിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് വേവിച്ച് വറ്റിച്ചെടുത്ത് വെക്കുകയാണ്. ഓക്കെ, പറ്റട്ടെ. ആ നെയ്യുടെ മണമൊക്കെ അങ്ങോട്ട് മാങ്ങയ്ക്കകത്തിട്ട് പിടിച്ചിട്ടുണ്ടോ, എന്തോ മണമെന്നറിഞ്ഞ ഇവിടെ. അടിപൊളിയാണേ. അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. മാമ്പഴം കളയാതെ ഇങ്ങനെ ചെയ്തെടുക്കുക, വറ്റിച്ച് വെക്കുക. 1 വർഷം നമുക്ക് ഉപയോഗിക്കാം. അരമണിക്കൂർ പോലും എടുത്തിട്ടില്ല കേട്ടോ. വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി കൂടെ ചാറ് കുറുകട്ടെ. ചാറ് കണ്ടോ, ബ്രെഡൊക്കെ എടുത്തിട്ട് ഈ ചാറ് കുറച്ച് കോരി ഒഴിച്ചിട്ട് ജാമിന് പകരം കഴിക്കാൻ കണ്ടോ, അടിപൊളി. ഇപ്പോൾ മാങ്ങ തീരാറായി, എല്ലാം പൊഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2ാമത്തെ പൂപ്പ് പൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിങ്ങമാസം ഓണ സമയമാകുമ്പോഴത്തേക്ക് മാങ്ങ പരുവമാകും. ചാറ് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് അടുപ്പങ്ങ് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴം നന്നായിട്ട് ചാറൊക്കെ കുറുകി പൊതിഞ്ഞ് വന്നിരിക്കുന്നത് കണ്ടില്ലേ. ഇത് നമ്മൾ ഫ്രീസറിലേക്ക്, അതായത് നമ്മുടെ സിപ്ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ ടിന്നിലോ ഒക്കെ ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് വെച്ച് ഫ്രീസ് ചെയ്ത് വെച്ചാലുണ്ടല്ലോ, 1 വർഷക്കാലം നമുക്ക് എപ്പോൾ കൊതി വരുന്നോ ഒരു മാങ്ങ ചപ്പി കുടിക്കണം. നല്ല മധുരവും കൂടെ ആണല്ലോ. അപ്പോൾ നന്നായിട്ട് നമുക്കെടുത്ത് തണുപ്പൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ തണുപ്പോട് കൂടിയായാലും നമുക്ക് മാമ്പഴമായിട്ട് കഴിക്കാം. അതല്ല എങ്കിൽ നമുക്ക് തൈരൊഴിച്ചിട്ട് നമുക്ക് പിന്നെ എന്താ പറയുന്നത്, പുളിശ്ശേരി വെക്കാം. സിപ്ലോക്ക് ബാഗ് ഇതാണേ. ഇതിലേക്ക് അങ്ങോട്ട് 2 ബാഗിലാക്കിയിട്ട് ഞാൻ ഫ്രീസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. കുറേ ഞാൻ നേരത്തെയും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രീസറിൻ്റെ അകത്ത് ഒട്ടും സ്ഥലമില്ല സത്യം പറഞ്ഞാൽ. ഇനിയിപ്പോൾ ചക്കയുടെ സീസൺ വരുമ്പോൾ പച്ചച്ചക്കയും പഴുത്ത ചക്കയൊക്കെ റെഡിയാക്കി വെക്കേണ്ടതാണ്. എങ്കിലും ഉള്ള സ്ഥലത്ത് നമ്മൾ ഇങ്ങനെയുള്ള കവറുകൾക്കകത്താക്കി അടുക്കി വെക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പച്ചമാങ്ങ ഈ പ്രാവശ്യം ഞാൻ സൂക്ഷിച്ച് വെക്കുന്നില്ല, കാരണം 2ാമത്തെ പൂപ്പ് പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മക്കളുടെ അടുക്കലേക്ക് പോകുമ്പോൾ പിന്നെ എന്തായാലും പച്ചമാങ്ങ കൊണ്ടുപോകാനും പറ്റും. എനിക്ക് തിരിച്ച് വരുമ്പോഴത്തേക്ക് അന്നേരം വേണമെങ്കിൽ കുറച്ച് ഫ്രീസ് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ പഴുത്തമാങ്ങ ഒരുപാടുണ്ട്. ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയാൽ മതി എന്നും പറഞ്ഞിട്ട് ദിവസവും പെറുക്കി വെച്ചിട്ട് റോഡേ പോകുന്നവരോട് ആയാലും ഒന്ന് നോക്കിയിട്ട് പോയാലും മാങ്ങ ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ, കുറച്ച് കൊണ്ടുപോകും എന്ന് ഇവിടെ ആര് വരുന്നോ അവർക്കെല്ലാം ഞാൻ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ആരുമില്ല, നമ്മൾക്കുള്ളവർക്ക് നമ്മൾ കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുത്തെങ്കിൽ എനിക്ക് ഇത് കൊണ്ട് പോയി കൊടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് കുറേയൊക്കെ കൊടുത്ത് ആരെങ്കിലുമൊക്കെ വരുന്നവർക്കൊക്കെ കൊടുക്കും. ബാക്കി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതുവരെ ഒന്നും കളഞ്ഞില്ല കേട്ടോ. എല്ലാവർക്കും ആവശ്യമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഇവിടെ നിന്ന് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കവറിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാൻ പോവാണ്. നിങ്ങൾ വീട്ടിൽ മാമ്പഴം ഉള്ളവരെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്യണം കേട്ടോ. കണ്ടല്ലോ, പിന്നെ ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തൊക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്ത് വെച്ചാലും നമുക്ക് ഫ്രീസറിൽ ഇരുന്നോളും. നമുക്കില്ലാത്ത സമയത്ത് കൊതിക്ക് ഒന്നെടുത്ത് ഉപയോഗിക്കാൻ പറ്റും.
അപ്പോൾ വീട്ടിൽ മാവില്ലാത്തവരും മാമ്പഴം വീട്ടിലില്ലാത്തവരുമൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാനാണ്, നിങ്ങളൊക്കെ എൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ഒക്കെ ഉള്ളവരായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ വന്ന് കൊണ്ടുപോകാമായിരുന്നു. ഇനിയിപ്പോൾ തീരാറായിട്ടുണ്ട്. ലാസ്റ്റ് പൊഴിഞ്ഞ് വീഴുന്നത് ഉമ്മായും ഒക്കെ തിരിച്ച് വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ അവർ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നാളെ 2 ദിവസത്തത് പെറുക്കി വെച്ചിട്ട് അവർക്കും കൊടുത്തു വിടണം. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം നിങ്ങൾ വീട്ടിൽ മാമ്പഴം ഉള്ളവരെല്ലാം കളയാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ചിലർ പറയും വേറൊരു ഫ്രീസറും കൂടെ വാങ്ങിക്കേണ്ടി വരുമെന്നോ. ഇല്ല, എൻ്റെ ഫ്രീസർ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, എന്തുമാത്രം സാധനങ്ങൾ ഞാൻ അടുക്കി പെറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ മാമ്പഴം വീട്ടിലുള്ളവർ, പച്ചമാങ്ങ ഉള്ളവർ, ചക്കയുള്ളവരെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യത്തിന് എടുത്തിട്ട്, ഇത് ഇപ്പോൾ 2 എണ്ണം മതിയെങ്കിൽ ആ 2 എണ്ണം ഇങ്ങനെ എടുത്തിട്ട് ബാക്കി അങ്ങ് അതേപോലെ എടുത്ത് വെക്കുക. അപ്പം ഞങ്ങൾ പിന്നെ വേറൊരിടത്ത് വരെ പോകാനൊരുങ്ങുകയാണേ. ഇത് കണ്ടോ, ഇതെല്ലാം ഇന്ന് കിട്ടിയ മാങ്ങയാണേ. കുറേ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി എന്ത് ചെയ്യാൻ പറ്റും? ഇളയ സഹോദരി വർക്കലയാണ് പപ്പാടെ. അപ്പം ഞങ്ങളിപ്പോൾ അവിടോട്ട് പോവാണ്. കുറച്ച് പച്ചമാങ്ങയും പഴുത്തമാങ്ങയും പലതരത്തിലുള്ളതുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഇവിടുത്തെ ജോലിയെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ഞങ്ങളിപ്പോൾ അവിടേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ ആവശ്യമുള്ളവരെല്ലാം വന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റുന്നിടത്തൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അല്ലാത്തവർ എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ട് വരാത്തവരും ഉണ്ട് കേട്ടോ. വരാത്തവർക്ക് എനിക്ക് കൊണ്ട് കൊടുക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അവർക്ക് വേണേ വന്ന് കൊണ്ടുപോകട്ടെ എന്ന് വിചാരിക്കുന്നു ഞാൻ. പക്ഷേ ഒന്നും കളഞ്ഞിട്ടില്ല. എല്ലാം ആവശ്യക്കാർക്കും, റോഡേ പോകുന്നവർക്കും, ബന്ധുക്കൾക്കും, നമ്മുടെ വീട്ടിൽ വരുന്ന ആർക്കും എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ ഇത് താണ്ട ഞങ്ങൾ വേറെ ഇടത്തേക്ക് വർക്കലയ്ക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഇളയ നാത്തൂന് അവിടെയാണ്. അവരുടെ വീട്ടിൽ മാവൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് മാങ്ങ എന്തായാലും ഒരു വഴിക്ക് പോവുമല്ലേ, അവിടെ കൂടെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ്. ഇപ്രാവശ്യം മാങ്ങ കുറവായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ മാങ്ങ പിടിച്ചെങ്കിലും എല്ലാം ഉണ്ണിക്കായിട്ട് പൊഴിഞ്ഞു പോകുമായിരുന്നു. കാരണം അത്രയ്ക്ക് വേനൽ ചൂടല്ലായിരുന്നു. അപ്പോൾ കിട്ടിയത് നമ്മൾ എല്ലാവരെയും വിളിച്ച് പറയും, കുറച്ച് മാങ്ങ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാ ഇങ്ങോട്ട് വരാൻ പറയും. അപ്പോൾ ചിലരൊക്കെ വന്ന് പച്ചമാങ്ങയും പഴുത്തമാങ്ങയും ഒക്കെ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ നമ്മുടെ ബന്ധുക്കളിൽ ചിലർക്ക് ഞാൻ കൊടുത്തു, ചിലരെ വിളിച്ച് പറഞ്ഞിട്ട് വരാത്തവരുമുണ്ട്. അപ്പോൾ വരാത്തവരുടെ ഞാനിവിടെ കാത്തു കെട്ടി വെക്കത്തില്ല. ഇത് താഴെ വീണ് ചള്ളുന്നത് കൊണ്ട് തന്നെ 2 ദിവസത്തിൽ കൂടുതൽ ഇരിക്കത്തില്ല, കേടായി പോകും പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ പരിചയക്കാരെങ്കിലും ഈ റോഡിൽ കൂടെ പോയാലും ഒന്ന് ചിരിച്ച് കാണിച്ചാൽ ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ മാവുണ്ടോ, മാങ്ങയുണ്ടോ? ഇല്ലെങ്കിൽ കുറച്ച് മാങ്ങ തരാം. അവരെ വിളിച്ചുകൊണ്ട് വന്ന് കുറേ മാങ്ങ, പഴുത്ത മാങ്ങയും പച്ചമാങ്ങയും ഒക്കെ കൊടുക്കും. പിന്നെ ആരെല്ലാം ഇവിടെ വരുന്നോ അവർക്കെല്ലാം കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വരാത്തവരെ നിങ്ങൾക്ക് അടുത്ത വർഷം കഴിക്കാൻ യോഗം ഉണ്ടെങ്കിൽ കഴിക്കുക, അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ എന്തായാലും വർക്കലയ്ക്ക് പോവാണ്. ഇത് മദിനിക്ക് കൊണ്ട് കൊടുക്കട്ടെ. അവർക്ക് അച്ചാറിടാനുള്ളതും പഴുത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു പ്ലാവോ ഒരു മാവോ ഒക്കെ വെച്ച് പിടിപ്പിക്കുക. നമ്മുടെ ഇഷ്ടത്തിന് നമുക്കെടുത്ത് കഴിക്കാം. പഴുത്തത് ഒലുക്കിക്കകത്ത് വെക്കണ്ട, ഇപ്പുറത്ത് തുറക്കട്ടെ. നമ്മൾ ഒരിടത്ത് വരെ പോവുകയാണ്, അവിടെ കൊടുക്കാനാണ് ഇത് മൊത്തം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.